ആ കൊന്ന 12 പേര് കള്ളന്മാരില് 3 പേര് ഈ കൊച്ചിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയുടെ കയ്യിൽ ചോറ് വിളമ്പി കൊടുത്ത് ഉണ്ടച്ചു പോകുന്ന തെണ്ടികളാണ്. എന്നിട്ടാണ് ആ കുഞ്ഞിനോട് ഇത്ര വൃത്തി കാണിച്ച്. പിണറായി അല്ലേ തന്ത? നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ദാരുണമായ അന്ത്യം കേരള മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. SFI എന്ന ഗുണ്ടാ സംഘം, ആ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു തീവ്രവാദ സംഘമായി മാറിയിരിക്കുകയാണ്. SFI എന്ന വിദ്യാർത്ഥി സംഘടനയിലേക്ക് പോപ്പുലർ ഫ്രണ്ടിലെ തീവ്രവാദ പ്രവർത്തകർ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. കേരളത്തിലെ കലാലയങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളോ പഠനമോ നമ്മുടെ കലാശാലകളിൽ നടക്കുന്നില്ല. ഇതിനെ വളർത്തിയത് മുഴുവൻ CPM എന്ന പ്രസ്ഥാനമാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോടുകൂടി പോപ്പുലർ ഫ്രണ്ടും SFIയും കേരളത്തിൽ അഴിഞ്ഞാടുകയാണ് എന്ന് PC ജോർജ് മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു. പട്ടിണിക്കിട്ട് 3 ദിവസം മുറിക്കകത്തിട്ട് പൂട്ടി ഭീകരമായി ആക്രമിച്ച് വയറിലങ്ങനെ ചവിട്ടിക്കൂടി കുടലെല്ലാം തകർന്ന് പട്ടിണി ചൂട് പച്ചവെള്ളം പോലും കൊടുക്കാൻ 3 ദിവസം ഇട്ട് ഇത് കൊന്നതാ. ആ കൊന്ന 12 പേര് കള്ളന്മാരില് 3 പേര് ഈ കൊച്ചിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ അമ്മയുടെ കയ്യിൽ ചോറ് വിളമ്പി കൊടുത്ത് ഉണ്ടച്ചു പോകുന്ന തെണ്ടികളാണ്. എന്നിട്ടാണ് ആ കുഞ്ഞിനോട് ഇത്ര വൃത്തി കാണിച്ച്. പിണറായി അല്ലേ തന്ത? അയാളുടെ മക്കൾ പിന്നെ ഇതിൽ കൂടുതൽ പൂക്കൃത്തം കാണിക്കുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു കടുങ്കി ഇവനെയൊക്കെ. ഇവനൊക്കെ വെടിവെലിച്ച് പോലെ എന്തായാലും നിയമം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കുന്നു. അല്ലാതെ തീരെയല്ല ഇത് ഇവനെയൊന്നും. എത്ര ഭീകര ഒന്ന് ആലോചിച്ച് നോക്കി, സങ്കടകരമാണ്. ഈ പോപ്പുലർ ഫ്രണ്ടും ഇതുപോലെ തന്നെ ഇവർക്കൊക്കെ തന്നെ ബന്ധമാണല്ലോ ഇതിനകത്ത്. SFIയിലേക്ക് പോപ്പുലർ ഫ്രണ്ടും ഞൊഴിഞ്ഞു കയറിയിരിക്കുകയാണ്. ഈ കൊലപാതകം നടത്തിയന്മാര് എല്ലാ ബേത്തിൽ ഒരു 6 or 7 പേര് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. മനസ്സിലാക്കാൻ പിണറായി പോപ്പുലർ ഫ്രണ്ടല്ലേ പിന്നെ പറയുന്ന കാര്യം. പിണറായി മുണ്ടുകൊടുക്കുന്നതിന് നടക്കായല്ലോ. ഇച്ച കഴിയുമ്പം ഇടത്തോട്ടാവും, ഒരു താമസത്തിലായി. പിണറായി കൂടെ സുന്നത്തി എന്ന് കാണാൻ ഉള്ള ഭാഗ്യം നമുക്ക് കിട്ടുന്ന എന്റെ വിശ്വാസം. അതുപോലെ ഈ വിഷയത്തിനകത്ത് സാംസ്കാരിക നായകരുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആ സാംസ്കാരിക ഇത്ര വിവരം കെട്ടവന്മാര്, വൃത്തി കെട്ടവന്മാർ ലോകത്ത് എനിക്ക് സാംസ്കാരിക നായകന്മാർ, വൃത്തി കെട്ടവന്മാർ. അവന്മാര് സഹാക്കന്മാരുടെ കാര്യത്തിലൊന്നും പറയല്ലോ. അവന്മാർക്ക് അവന്മാര് പ്രതികരിക്കുകയല്ലോ. ഇപ്പൊ ഒരു SFIക്കാരനെ തല്ലിക്കൊന്നായിരുന്നു. ഇപ്പൊ ഈ സാംസ്കാരിക നായകന്മാരും തെണ്ടുകളെല്ലാം കൂടെ ഇറങ്ങിയനെ വലിയ വികാരമായിട്ട്. ഇപ്പൊ ഒരു വേക്കാരി നായകനെ കാണാനില്ല. പാവപ്പെട്ട സിദ്ധാർത്ഥ ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ തല്ലിക്കൊന്നിട്ട് ഒരു നാറിയ സാംസ്കാരിക നായകനും കാണുന്നില്ല. എവിടെ പോയി വൃത്തികെട്ടവന്മാര്? അമ്മാരെ പറ്റി എന്നോട് ചോദിക്കല്ലേ, മറ്റേ വായുന്നോലം വീഴും. ഈ വെറ്ററിനറി സർവകലാശാലയില് അതുപോലെ തന്നെ ഡീന്, കായിക അധ്യാപകന്, ഇവരൊക്കെ തന്നെ ഇവരെല്ലാം തെറ്റാ. ഇവരൊക്കെ സഹാക്കന്മാരാ. ആ ഡീൻ എന്ന് പറഞ്ഞാൽ അടിച്ചു കൊല്ലണ്ടത് തേണ്ടി. അവനെ ആദ്യം അടിച്ചു കൊല്ലേണ്ടത് വൃത്തികെട്ടവൻ. ഇത്ര വൃത്തികെട്ടവനാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പൊ SFIയുടെ ഈ പോക്കിനകത്ത് ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുക? ഭാവിയിലൊന്ന് താമസിക്കാതെ തീർന്നു പോകും. പിണറായി വിജയന്റെ ഭരണം തീരുമ്പോൾ തീർന്നോളും. പിണറായി വിജയൻ എന്നാ കാണിച്ചാലും അതിനിപ്പം ജയിലിൽ പോകുന്നേ. പിണറായി വിജയന്റെ മകളും എല്ലാം കൂടെ ജയിലിലോട്ട് പോയി തീർന്നോളും. അതുവരെ ഈ കളി കളിച്ചോണ്ടിരിക്കും. പക്ഷേ ഇതുവരെ എല്ലാ സഖാക്കന്മാരും ഇതിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണല്ലോ. ഈ 12 ഇത്രയും പേരെ പിടികൂടിയെന്ന് അതൊക്കെ മാറിക്കോളും, തന്നെ മാറി. നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ഏറ്റവും ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരൻ EN ശങ്കരൻ വെളിപ്പാട്. ഏറ്റവും അവസാനമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് ചരിത്രം എഴുതിക്കോളും ധൈര്യമായിട്ട്. ജയിലിൽ കിടന്ന് മരിക്കേണ്ടി വന്ന കേരളത്തിന്റെ ഇന്ത്യയിലെ ആദ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇങ്ങനൊക്കെ വരും, ധൈര്യമായിട്ടിരിക്കെ.